നമസ്കാരം, എല്ലാവർക്കും ട്രാവലിംഗ് ട്രയലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിനാട് എന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ്. രാജഭംഗിയാർന്ന ചരിത്രവും അതുല്യമായ സാംസ്കാരിക പാരമ്പര്യവും ചേർന്ന് നിലകൊള്ളുന്ന ഒരു ഭൂമിയാണിത്. ഈ പ്രദേശത്തെ പ്രശസ്തമായ ചെട്ടിനാട് മാൻഷനുകൾ അവയുടെ ഭംഗിയാർന്ന വാസ്തുകലയാൽ ലോക പ്രശസ്തമാണ്. 100-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ച റോ മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ച കണ്ണഞ്ചിപ്പിക്കുന്ന ഇത്തരം വീടുകളും അവയുടെ പ്രാധാന്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കണ്ടാലോ? തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഉള്ള യാത്ര എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമാണ്. ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നതാണ് കാരേക്കുടി. അവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഒരു 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. ചെട്ടിനാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും. ചെട്ടിനാട് എന്ന് പറയുന്നത് ഒരൊറ്റ ഗ്രാമമല്ല, ഏകദേശം 75ഓളം ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണിത്. 18-19 നൂറ്റാണ്ടുകളിൽ ചെട്ടിയാർ എന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ് ഇവിടെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വലിയ വീടുകൾ പണിതത്. അവർ ബേസിക്കലി ബാങ്കിങ് മേഖലയും ട്രേഡിംഗ് മേഖലയും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരായിരുന്നേ. ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള 11,000-ൽ പരം മാൻഷൻസ് ഉണ്ടെന്നാണ് കണക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് ഇവിടെ നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് പെരിയ വീട് എന്ന് പറയുന്ന ഈ ഒരു മാൻഷനാണ്. പടിപ്പുരം ഒന്ന് നോക്കിക്കേ, ഒരുപാട് ദേവീ ദേവന്മാരുടെ ശില്പങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ്. ഉള്ളിൽ അത്യാവശ്യം വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു 50 രൂപയുടെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ തൂണുകളും ഇരുവശങ്ങളിലായിട്ട് നീളത്തിലുള്ള 2 വരാന്തയും നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ തടിപ്പണിയും കണ്ണാടി ചില്ലുകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാതിൽപ്പടിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? എൻ്റെ അമ്മേ, അമേസിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആട്ടോ അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഒരു 3 നില കെട്ടിടത്തിൻ്റെ അത്ര ഹൈറ്റ് വരും ഇതിന്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പല പല രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ഓരോ എലമെന്റ്സും കൊണ്ടുവന്നിട്ടുള്ളത്. ബർമിംഗ്ഹാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടുത്തെ ഓരോ തൂണുകളും. ബർമയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള തേക്ക് ഉപയോഗിച്ചിട്ടാണ് മരപ്പണികളൊക്കെയും തന്നെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ടൈൽസ് ഉണ്ടല്ലോ സീലിംഗിൽ വെച്ചിട്ടുള്ള, ഇതെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നും ജപ്പാനിൽ നിന്നും വരുത്തിച്ചതാണ്. ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ള വൈറ്റ് മാർബിൾസും ടൈൽസും ഒക്കെ ആണെങ്കിൽ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സ്റ്റെയിൻഡ് ഗ്ലാസ് ആണെങ്കിലോ വെനീസിൽ നിന്ന് എത്തിച്ചതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഡംബരത്തിന്റെ ഒരു പ്രതീകമാണ് ഇത്തരം ചെട്ടിനാട് മാൻഷനുകളെല്ലാം. 1907 നാഗപ്പ ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹമാണ് ഇത് പൂർണ്ണമായിട്ടും പണി കഴിപ്പിച്ചത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു നടുത്തളമാണ്. ഇതിന്റെ 2 സൈഡിലും ഒരുപാട് മുറികളുണ്ട്. അന്നത്തെ കാലത്ത് 10-40 കുടുംബാംഗങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അവരെല്ലാവരും ഒത്തുചേരുന്ന ഒരു കോമൺ പോയിന്റ് ആയിരുന്നു ഈ നടുമുറ്റം എന്ന് പറയുന്നത്. ഡൈനിങ് ഏരിയയിലേക്കാണ് അടുത്ത് പോകുന്നത്. ഈ ഒരു സ്ക്വയർ പ്ലേസിൽ ഇവിടെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് വിളമ്പാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലം. ഈ കാണുന്ന നീളത്തിലുള്ള ഈ ഒരു ഹാളിലാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിരുന്നത്. ഇതുപോലത്തെ വേറൊരു ഹാളും കൂടെ ഉണ്ട്. കാരണം ഈ 10-40 മനുഷ്യരും അവരുടെ ഈ ഒരു വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 10-20 ജോലിക്കാരുണ്ടാവും. പിന്നെ ഓരോ ഫങ്ഷൻസും വളരെ വിപുലമായിട്ട് നടത്തുന്ന ആളുകളായിരുന്നു ഈ ചെട്ടിയാന്മാര്. അപ്പൊ അവരുടെ ഏതെങ്കിലും ഫംഗ്ഷൻസിനാണെങ്കിൽ ഒരുപാട് ആളുകളെ ഇവർ ക്ഷണിക്കുമായിരുന്നു. അപ്പൊ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് വലിയൊരു ഊട്ടുപുര തന്നെ വേണമായിരുന്നു. ഇതാണ് 2ാമത്തെ ഡൈനിങ് ഏരിയ. നമ്മൾ ആദ്യം കണ്ട സിമിലർ ടൈപ്പ് തന്നെയാണ് ഈ ഒരു ഹാളും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോരോ ഉപകരണങ്ങളാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ആ ഒരു ഹാളിന്റെ ഏരിയയിലേക്ക് വന്നിരിക്കുവാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ വീട്ടിൽ ആൾതാമസം ഇല്ലാതായിട്ട് കേട്ടോ. കുറെ കാലം അടങ്ങി കിടന്നു. പിന്നീട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് വിസിറ്റേഴ്സിനും സിനിമ ഷൂട്ടിങ്ങിനും ഒക്കെ ആയിട്ട് തുറന്നു കൊടുത്തതാണ്. അങ്ങനെ ആത്തൻകുടി പാലസ് ഒക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ ഞാൻ വെച്ചും കൂടെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈ ഒരു 100-150 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് അത്രയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ആ കാലത്ത് ഇത്രയും സാധനങ്ങൾ ഇവിടെ എത്തിച്ച് ഈ കണ്ട വീടുകളൊക്കെ ഈ 10-10,000-നും പ്ലസ് ആയിട്ടുള്ള വീടുകളെല്ലാം ഇങ്ങനത്തെ ഒരു ലക്ഷറി ടൈപ്പിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു കാപ്പബിലിറ്റി അന്നത്തെ കാലത്ത് എന്തായിരുന്നിരിക്കും. ഇവിടെ നോക്കിക്കോ, ഒരു വീടിന്റെ മതിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എൻഡ് ചെയ്യുന്നത് തന്നെ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള വീടിന്റെ വലിപ്പം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ മതിൽ തീരുന്നതിന്റെ അടുത്ത സ്ട്രീറ്റ് ആണ്. അതാണ് ഒരു ഗേറ്റിൽ കൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ വീടിന്റെ അപ്പുറത്തെ വശത്തുള്ള ഗേറ്റ് എന്ന് പറയുന്ന അടുത്ത സ്ട്രീറ്റിലാണ് വന്ന് ചേരുന്നത്. ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണല്ലേ. മുകളിൽ ഈ നീലാകാശവും താഴെ ഈ മാൻഷൻസും ഒക്കെ വന്നിട്ട് ശരിക്കും ഒരു പടം വരച്ച് വെച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ട്.
ഏതായാലും നമ്മൾ വണ്ടി ഒന്ന് പതിയെ സൈഡാക്കി ഒന്ന് ഇറങ്ങാൻ പോവാണ് ഇവിടെ. ചെട്ടിനാടുള്ള കനാദു കത്താൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണിത്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കനാദു കത്താൻ പാലസ് അഥവാ ചെട്ടിനാട് പാലസ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മിക്കവർക്കും ഇത് കണ്ടൊക്കെ ഒരു പരിചയം ഉണ്ടാവും. കണ്ടുകൊണ്ടേൻ പോലെയുള്ള മൂവീസിലും ഒരുപാട് വീഡിയോസിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ ഒരു പാലസ്. നിലവിൽ ഇവിടെ ഉള്ളിലേക്ക് വിസിറ്റേഴ്സിനെ അലോ ചെയ്യത്തില്ല, അതുകൊണ്ട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. എന്നിരുന്നാലും ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. കണ്ടില്ല, നല്ല തിരക്കുണ്ട്. 40,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഈ ഒരു പാലസ് 1912 രാജാ സർ അണ്ണാമലൈ ചെട്ടിയാരാണ് നിർമ്മിച്ചത് കേട്ടോ. ഇദ്ദേഹം എന്ന് പറയുന്നത് ചെട്ടിനാട് ഗ്രൂപ്പിന്റെയും അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യൻ ബാങ്കിന്റെയും ഒക്കെ ഫൗണ്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടുവരികയും അവിടുത്തെ വാസ്തുശൈലികളെല്ലാം തന്നെ സംയോജിപ്പിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു പാലസ് പണിതിട്ടുള്ളത്. വിപുലമായിട്ടുള്ള പ്രവേശന കവാടവും വിശാലമായിട്ടുള്ള വരാന്തകളും ഒത്തിരി കൊത്തുപണികളും ഒക്കെ നമുക്ക് പുറമേ നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണെങ്കിലും 20ഓളം തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുടുംബക്കാർ വരുന്ന സമയത്ത് മാത്രമേ ഇപ്പോൾ ഇത് അവർ ഓപ്പൺ ചെയ്യുള്ളൂ എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ഇതിന്റെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമീണമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പ്രദേശവാസികളായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ RM അളഗപ്പ ചെട്ടിയാർ സ്ഥാപിച്ച ഒരു പഴയ സ്കൂളാണ് ഇത്, ചെട്ടിനാട് വിദ്യാലയ. അവിടുന്ന് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഈ ചെട്ടിനാട് പാലസിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു വലിയ ആൽമരവും ഒരു ക്ഷേത്രവും ഒരു ക്ഷേത്രക്കുളവും എല്ലാം ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അവിടെ കണ്ടോ, ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്ത് ഈ ഒരു ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പോയാൽ മതി. ഈ ഒരു പ്രദേശത്തിനെ സംബന്ധിച്ചിട്ട് ഇതൊരു ക്ഷേത്രക്കുളം മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സും മഴവെള്ള സംഭരണിയും ഒക്കെയാണ്. ഇതിന്റെ ചുറ്റിലും വേറെയും കെട്ടിടങ്ങളുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട്. ഇതിന്റെ എല്ലാ ചുറ്റിലും പടവുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളും ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കാൻ പോവാണ്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീല് തോന്നും അവിടെ നിൽക്കുമ്പോൾ. സമയം പോകുന്നതേ നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കവർ ചെയ്യാനുള്ളത് കാരണം തൽക്കാലം നമ്മൾ അവിടെ നിന്ന് ചലിക്കുവാണ്. ഈ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നേ, ഈ 100 വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇവിടെയുള്ള ആളുകളും ആരവവും അവരുടെ ഒരു പ്രത്യേക ജീവിത ശൈലിയും ഒക്കെ ആയിട്ട് എന്ത് മനോഹരമായിരുന്നിരിക്കും അല്ലേ. ഇതൊക്കെ ഇന്ന് നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരായി മാറി. ഇവിടെ നിയർ ബൈ പ്ലേസസിൽ നമുക്ക് എന്തൊക്കെ കാണാനുണ്ടെന്നാണ് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് തൊട്ടടുത്തായിട്ട് AR ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഉള്ളിൽ കയറി കാണാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ശരി, എന്നാൽ പിന്നെ അവിടേക്കാവാം നമ്മുടെ അടുത്ത യാത്ര. ഈ റോഡിൻ്റെ 2 സൈഡിലും മാൻഷൻസ് ആണ്. പക്ഷേ ചിലതൊക്കെ വളരെ ജീർണിച്ച അവസ്ഥയിലാണ്. കുറേ എല്ലാം ചിലർ പൊളിച്ച് മാറ്റി അതിനകത്തുള്ള തടിയും ബാക്കി കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പുറത്ത് വിറ്റ് അങ്ങനത്തെ ഒരു നിലയിലാണ്. ചിലർ ഇതിനെ മെയിൻറ്റെയിനൊക്കെ ചെയ്തിട്ട് ഇതുപോലെ വിസിറ്റേഴ്സിനെയൊക്കെ അലോ ചെയ്യാറുണ്ട്. ചിലതാണെങ്കിൽ ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു ലെവലിലാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഒന്നും താമസിക്കാനായിട്ട് ആളുകളില്ല. അവരൊക്കെ വിദേശത്തും അങ്ങനെയൊക്കെയാണ് സെറ്റിലായിട്ടുള്ളത്. ഈ AR ഹൗസിൻ്റെ സൈൻ ബോർഡ് ഇങ്ങനെ നോക്കിയാണ് നമ്മൾ വന്നത്. അടുത്ത് തന്നെയാണ് നമ്മൾ അവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തായാലും കണ്ടിട്ട് പോയാൽ മതി എന്നങ്ങനെ തോന്നി. നമ്മളിങ്ങനെ ആ ഒരു എൻട്രൻസ് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും നമ്മൾ ആദ്യം കണ്ടില്ലേ പെരിയ വീട്, മീൻസ് ആത്തുംകുടി പാലസ്. അപ്പോൾ അവിടുത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സ്ട്രക്ചർ പോലെ ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നും. കാരണം ഒരു പടിവാതിൽ കടന്ന് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും 2 സൈഡിലും വരാന്തയുണ്ട്. പക്ഷെ അതിൻ്റെ അത്ര നീളമുള്ള ഒരു വരാന്ത അല്ല ഇവിടെ. പിന്നെ ഇവിടെ കൂടുതൽ തടിപ്പണികൾ ചെയ്തിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു എൻട്രൻസ് പോർഷനിൽ തന്നെ സീലിങ്ങിലാണെങ്കിൽ ഒരുപാട് തടിപ്പണികളുണ്ട്. ഈ തൂണുകളാണെങ്കിൽ അവിടെ കാസ്റ്റ് അയൺ ആയിരുന്നു, ഇവിടെ തേക്ക് കൊണ്ടുള്ള തൂണുകളാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു വാതിലിൻ്റെ കട്ടളപ്പടി ഒന്ന് നോക്കിക്കേ, എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. അതിൻ്റെ ഒരു കൊത്തുപണി എന്ന് പറയുന്നത് അത്ര സൂക്ഷ്മമായിട്ടാണ്. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മളതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത് കണ്ടോ, പഴയ കാലത്തെ ഒരു മോഡൽ ഫാനാണേ. ഈ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയായിരുന്നേ, ഇവിടെയും 50 രൂപയാട്ടോ എൻട്രൻസ് ചാർജ് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഒരു കെയർ ടേക്കർ ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ആണെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണ് അകത്തും പുറത്തും ഒക്കെ. നമ്മൾ നേരത്തെ പെരിയ വീട്ടിൽ കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്, നമ്മുടെ നാലുകെട്ടിലൊക്കെ ഉള്ളതുപോലെ.
മഴയായാലും വെയിലായാലും ഒക്കെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതെല്ലാം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. മഴവെള്ളമൊക്കെ സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള 2 വലിയ ചെവിയുള്ള പാത്രമാണ് ഇത്. വീണ്ടും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓപ്പൺ സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. സീലിങ്ങിൽ ഫാനും ലൈറ്റും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീളമുള്ള നല്ല വലിയൊരു റൂം തന്നെയാട്ടോ ഇവിടെയും ഡൈനിങ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോരോ സാധനങ്ങളാണേ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റൂഫിന്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഈ സൈഡിൽ ആ ലെഫ്റ്റിൽ കാണുന്നത് മുഴുവൻ റൂമുകളാണ്. ഈ മാൻഷൻസിലെല്ലാം തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ഇവിടെ ഒത്തിരി ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും അവിടെ നടന്ന ഓരോ ചടങ്ങുകളുടെയും. പിന്നെ അവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള കുറേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോമൺ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചെട്ടിയാർ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർ ബാങ്കിങ്ങും ഫിനാൻസിങ്ങും ട്രേഡിങ്ങും ഒക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ആവശ്യത്തിലേറെ സമ്പത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ മാൻഷൻസ് അവർ നിർമ്മിച്ചത്. കൂടാതെ ഇവർ ഒരുപാട് ലോകയാത്രകൾ നടത്തുന്ന ആളുകളായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അവിടെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ആർക്കിടെക്ചർ ശൈലിയും കൂടെ ഇഴ ചേർത്തിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ചെട്ടിയാർ മാൻഷൻസ് ഒക്കെ തന്നെ അവർ പണിതിട്ടുള്ളത്. ഇവിടെ ഒരുപാട് മുറികളുണ്ടെങ്കിലും ഒന്നിലും കട്ടിലുകളോ അങ്ങനെയൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇവർ കൂടുതലും കോമൺ ആയിട്ട് തറയിൽ ഇങ്ങനെ വിരിച്ചൊക്കെയാണ് കിടന്നിരുന്നത്. ഈ കാണുന്ന മുറികളൊക്കെയും കൂടുതലും സ്റ്റോറേജിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്ന്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുവാണേ. ഒരു പഴയ കാലത്തെ കാളവണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത് കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കാളവണ്ടിയാണ്. ഇത് ഇവിടുത്തെ റിസോർട്ടില്ലേ അവിടെ താമസിക്കുന്നവർക്ക് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കാളവണ്ടിയാണ്. കാരേക്കുടി അന്നലക്ഷ്മി ഇവിടെ ആട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. യാത്രയിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തോ ഒരു തരം മരം ഇങ്ങനെ എക്സ്റ്റെൻസീവായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് രക്തചന്ദനമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വളർത്തുന്നതാണ് നമ്മുടെ പുഷ്പ സിനിമയിലുള്ള രക്തചന്ദനം. കൂടാതെ ഒരുപാട് ആൻറ്റിക് ഷോപ്പുകളുണ്ട് ആ ഒരു പരിസരത്ത്. കണ്ടോ, കാളവണ്ടി സഹിതം നമുക്ക് മേടിക്കാൻ പറ്റും. ഏതായാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരുപാട് മാൻഷനുകൾ ഇപ്പോൾ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇവർ ഇതുപോലത്തെ സാധനങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യും. പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ അത് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് മേടിക്കാം. അല്ലാണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഓർഡർ അനുസരിച്ച് ഇവരിത് കയറ്റി വിടുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു ടൂറിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്കിവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട 1-2 പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാം ചെട്ടിനാട് വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ഇപ്പം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കടക്കാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടാൽ മതി, വാങ്ങണമെന്നൊന്നും നമ്മൾ അവർ നിർബന്ധിക്കത്തില്ല കേട്ടോ. അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അതാ കടയിലുള്ള ചേട്ടനുണ്ടല്ലോ കേശുക്കുട്ടനൊരു വാളും പരിചയമൊക്കെ എടുത്തങ്ങ് കൊടുക്കുകയാണ്. വാളൊക്കെ കയ്യിൽ പിടിച്ച് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുമായിരുന്നു ആള്. പുതിയ വീടൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ആൻറ്റിക് പ്രോഡക്ട്സ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ്. വിവിധ രാജ്യങ്ങളിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം തന്നെ ഇവിടെ വന്ന് കാണാനും വാങ്ങാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇനിയും ഒരുപാട് ചെട്ടിനാടൻ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. വീഡിയോ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.